ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ, നല്ലത്, ചീത്തത്, മോശമായത്, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. ദേഷ്യം, മടി, ബഹളം, വഴക്ക് എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അധികം ബഹളങ്ങളൊന്നുമില്ല, ഉണ്ടാവും, ചെറുതായിട്ടൊക്കെ ഉണ്ടാവണം. പക്ഷെ ഓവറായിട്ട് അടിപിടി ബഹളങ്ങളൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് സമാധാനപരമായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആകണമെങ്കിൽ അതിനകത്തുണ്ടാകേണ്ട കുറച്ച് 8-10 കാര്യങ്ങളുണ്ട്. ഈ 8-10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പ് സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അതല്ലെങ്കിൽ എന്താ പറയുക, ഇന്ത്യ പാക് വാർ പോലെയൊക്കെ ഇരിക്കും. അതുപോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള 10 കാര്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രണയത്തെ ബന്ധങ്ങളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട 10 കാര്യങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ്, എൻ്റെ മനസ്സ് അവർ വായിച്ചറിയട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലേ. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഞാൻ പറയില്ല, കാരണം എനിക്ക് വേണ്ടത് എന്താണെന്നുള്ളത് അറിയണ്ടേ, എനിക്ക് വേണ്ടത് എന്താണെന്നുള്ളത് അവൾക്കറിയണ്ടേ, എനിക്ക് വേണ്ടത് എന്താണെന്നുള്ളത് അവൻ അറിയണ്ടേ, അവൻ തിരിച്ചറിയണ്ടേ, അല്ലെങ്കിൽ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകാറുണ്ട്. എന്തൊക്കെയാണോ നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ആൾ മനസ്സിലാക്കി തനിയെ ചെയ്യണം എന്നുള്ളൊരു ഒരാഗ്രഹം. ശരിയാണ്, ഒരു പരിധിവരെയൊക്കെ നമുക്കതിലൊക്കെ ഒരു രസം കണ്ടെത്താം. പക്ഷെ ഇത് ഓവറാവുകയാണെങ്കിലോ ഒരിക്കലും ഒരാളുടെ മനസ്സ് മറ്റൊരാൾക്ക് വായിക്കാൻ പറ്റില്ല അല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. എനിക്കിങ്ങനെ വേണം, എനിക്കതെങ്ങനെ ചെയ്തു തരണം, അല്ലെങ്കിൽ എനിക്കിതാണ് ഇഷ്ടം, എൻ്റെ താല്പര്യങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിത് വേദനിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറയുക. അതൊന്നും ചെയ്യാതെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, എനിക്കെന്താ വേണ്ടതെന്നുള്ളത് നിനക്കറിയാലോ, നിൻ്റെ കുറച്ച് കാലമായല്ലോ നമ്മൾ ലവ് ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത് നിനക്കറിയില്ല, കാണിച്ചു തരാം കേട്ടാ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് എലിമെൻറ്റ് നിങ്ങൾ മറന്നുകൂടാ എന്നുള്ളതാണ് ഈ പ്രണയത്തിനകത്ത് പറയാനുള്ളത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആശയവിനിമയം ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരുമാതിരി അവിഞ്ഞ ബന്ധമാണ്, അവിഞ്ഞ പഴങ്കഞ്ഞി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമായി മാറും. ഒരിക്കലും നടക്കരുത്. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. എൻ്റെ മനസ്സ് അവൻ വായിക്കട്ടെ എന്ന് പറയുന്ന ലെവലിലേക്ക് ഒരു പരിധി വരെയൊക്കെ ആകാം. ഓവറാക്കാൻ ശ്രമിക്കരുത്, കുളമാകും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കണം. തുറന്ന് സംസാരിക്കണം, തുറന്ന് അത് സംവദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം. സംഭവം മനസ്സിലായല്ലോ. കമ്മ്യൂണിക്കേഷനാണ് ഫസ്റ്റ് പോയിന്റ്. അതില്ലെങ്കിൽ ആ ബന്ധം പൊളിയും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല ഗോപു. തെറ്റുകൾ എല്ലാവർക്കും പറ്റും അല്ലേ, തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. ഏത് പോലീസുകാരനും ഒരു തെറ്റ് പറ്റും എന്ന് പറയുന്ന പോലെ തന്നെ ഒരു തെറ്റൊക്കെ ആണെങ്കിൽ ശരി, നമുക്ക് ആർക്ക് വേണമെങ്കിലും ക്ഷമിച്ചു കൊടുക്കാം. ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള ഒരു തെറ്റ്, പല രീതിയിൽ പല കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ തെറ്റുകളുണ്ടായിരിക്കും, അറിയില്ല. പക്ഷെ ഒരു രീതിയിൽ, അതായത് ഒരു വിഷയത്തിനകത്തുള്ള ഒരു തെറ്റൊക്കെ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ക്ഷമിച്ചു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ ക്ഷമിച്ച് കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നമ്മൾ മസിൽ പിടിച്ചിരിക്കാൻ ആ പാർട്ട്ണർ ദൈവമൊന്നുമല്ല, എന്താ പറയുക, എല്ലാം തികഞ്ഞ വ്യക്തിയൊന്നുമല്ല, 100% പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും പറ്റാം അല്ലേ. തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. അതിനിപ്പോൾ ഗാന്ധിജി എടുക്കുകയാണെങ്കിൽ ശരി, ആരായാലും ശരി, തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരിക്കും. നമുക്കറിയില്ല എന്നേ ഉള്ളൂ, പക്ഷേ പറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ തെറ്റുകൾ പറ്റാത്തവരായിട്ട് ആരുമില്ല, എത്ര പുണ്യാത്മാവാണെങ്കിലും ശരി. അതുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുക, ഫോർഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഈ ക്ഷമിച്ചു കൊടുത്തതിന് ശേഷം നാളെ നിങ്ങൾ ഇത് കുത്തി ചൂണ്ടിക്കാണിക്കാൻ നിൽക്കരുത്. അതായത് അന്നങ്ങനെ ചെയ്തില്ലേ, അന്ന് ഞാൻ മാപ്പ് തന്നില്ലേ, ആ മാപ്പ് കൊടുത്തതിൻ്റെ വില കൂടി അങ്ങ് ഇല്ലാണ്ടാവും. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുതെന്നുള്ളതാണ് പറയാനുള്ളത്. ക്ഷമിച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾ വാശി കാണിക്കേണ്ട കാര്യമില്ല. ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് 100% ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക. അതിനെക്കുറിച്ച് ഓർക്കാൻ ശ്രമിക്കരുത്, അതിനെക്കുറിച്ച് പിന്നീട് കുത്തി പറയാൻ ശ്രമിക്കരുത്. ആ കാര്യം അങ്ങ് വിട്ടേക്കണം എന്നുള്ളതാണ് ഈ പോയിന്റ് പറയാനുള്ളത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്താണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം അല്ലേ, എല്ലാ കാര്യത്തിലും. ആ ആൾ എങ്ങനെയാണ്, ആ ആൾ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് ഒരാളുടെ ഭാഗത്ത് നിന്ന്, അതായത് മറ്റൊരാളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം എന്നുള്ളത് ചുരുക്കം. അതായത് അയാൾ എങ്ങനെ ചിന്തിക്കുന്നു, അയാൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു, അയാളുടെ ആംഗിൾ ഓഫ് വ്യൂ എന്താണ്, അയാളുടെ രീതിയിൽ നോക്കിക്കാണുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയല്ലേ എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റണം. അതുപോലെ എൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കാൻ അയാൾക്കും പറ്റണം.
ചിന്തിക്കണം എന്നല്ല പറയുന്നത്, ചിന്തിക്കാൻ കഴിയണം എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ കഴിയുകയാണെങ്കിലാണ് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം എന്താണ്, ആ ആൾ ഇങ്ങനെ, ആ ആളിപ്പോൾ വഴക്കിട്ടത് എന്തിനാണ്, അല്ലെങ്കിൽ ആ ആളിപ്പോൾ എൻ്റെ അടുത്ത് ചൊറിഞ്ഞത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അയാൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം. അയാൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണമെങ്കിൽ മാത്രമാണ് അയാൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണം. അപ്പോൾ അതായത് മറ്റൊരാളെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം ഈ പ്രണയബന്ധത്തിനകത്ത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രണയബന്ധമാണെങ്കിൽ മാത്രമാണ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പ്രണയമാണെങ്കിലും ശരി, ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും ശരി, കുടുംബജീവിതമാണെങ്കിലും ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും ശരി, അതിനകത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് റെസ്പെക്റ്റ്, അല്ലേ? റെസ്പെക്റ്റ് എന്ന് പറയും, മാന്യമായിട്ട് നമ്മൾ പെരുമാറുക, സംസാരിക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളാണ്. നമ്മൾ മാന്യത വിട്ട് പെരുമാറുന്ന സാഹചര്യം എപ്പോഴാണ് വരാറ്? ഒരു ദേഷ്യം വരുന്ന സമയത്ത്, നമുക്ക് വാശി കയറുന്ന സമയത്ത്, നമുക്ക് ഈഗോയും കോംപ്ലക്സും അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പൊട്ടിത്തെറിച്ച് അങ്ങ് വർത്താനം പറയും. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വർത്താനം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താ? നമ്മുടെ പാർട്ട്ണർക്ക്, നമ്മുടെ ഇണയ്ക്ക് ക്ഷമിക്കാനും മറക്കാനും പുറത്തു കൊടുക്കാനും കഴിയാത്ത വാക്കുകൾ ഒരിക്കലും പറയരുത്. മനസ്സിലായല്ലോ? അതായത് അയാളിൽ ആ വ്യക്തിക്ക് ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും ഓക്കെ, നാളെ നമുക്ക് ഇനി മിണ്ടാം എന്ന് പറയാവുന്ന രീതിയിലുള്ള വാക്കുകളെ നിങ്ങളുടെ വായിൽ നിന്ന് വരാവും. അല്ലാതെ ഡ്രൈനേജ് തുറന്ന പോലെ ആയിരിക്കരുത് എന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മറക്കാനും ക്ഷമിക്കാനും പറ്റാവുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വഴക്കിടുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത്, ഫൈറ്റ് ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് ഇന്ന് വരെ മുന്നോട്ട് പോയിട്ടില്ല. എത്ര പ്രായമുള്ളവരായാലും ശരി, എത്ര ചെറിയ യങ്ങായിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും ശരി, ലവേഴ്സ് ആണെങ്കിലും ശരി, അവരുടെ ഇടയിൽ വഴക്ക് എന്ന് പറയുന്ന സാധനം ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരില്ല. അത് ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ബന്ധം ദൃഢമായിട്ട് ഇരിക്കുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. വഴക്കില്ലാത്ത ബന്ധങ്ങൾ ദൃഢമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മാന്യമായിട്ട് പെരുമാറുക, മാന്യത കാണിച്ച് പെരുമാറുക, റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ പോയിന്റ് പറയാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഹാബിറ്റുകൾ, ഇതൊക്കെ ഒരു ഹാബിറ്റുകളാണ്, ഒരു 10 ഹാബിറ്റുകളാണ്. ഈ ശീലങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന 10 ശീലങ്ങൾ നിങ്ങൾ പാലിക്കണം എന്നുള്ളത്. ഇനി അടുത്ത പോയിന്റ് ഏതാണുള്ളത് നമുക്ക് നോക്കാം. ആറാമത്തതായിട്ട് പ്രണയബന്ധത്തിനകത്ത് വേണ്ട ഒരു ഹാബിറ്റ്, നിങ്ങൾ പാലിക്കേണ്ട ഒരു ശീലം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പാർട്ട്ണറിൽ ആരാണെങ്കിലും ശരി, ഇപ്പോൾ ആണായാലും ശരി പെണ്ണായാലും ശരി, അപ്പോൾ ലവേഴ്സിനകത്താണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മളിത് പറയുന്നത് കേട്ടോ. റിലേഷൻഷിപ്പിനകത്ത് ഇവിടെ ആണായാലും ശരി പെണ്ണായാലും ശരി, ചെയ്ത കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്, അല്ലേ? ഒരു നല്ല കാര്യം ചെയ്തു, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നതിന് എന്തിനാണ് നമ്മൾ മടി കാണിക്കുന്നത്? നമുക്കങ്ങനെ കുറഞ്ഞു പോകുന്ന അവസ്ഥയൊന്നുമില്ല. ഏതൊരു പടത്തിൽ ഇന്നസെൻ്റ് ഇരിക്കുന്നുണ്ടല്ലോ, 4 പ്രമാണികളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ കയ്യിന് പറ്റിയേക്ക്, ഒന്നുമില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. നമ്മളെന്തിനാ എങ്ങനെ മസിൽ പിടിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെന്തിനാ അവരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്? നമ്മൾ നല്ല കാര്യം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം, അല്ലേ? നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയണം, അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണം. അപ്പോൾ അത് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കുന്ന കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ശരി, അതിനകത്ത് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താ തോന്നുക, ഈ കാര്യം റിപ്പീറ്റ് ചെയ്യണം, ഇത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് നല്ല അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്, നല്ല അംഗീകാരം കിട്ടുന്നുണ്ട്, ഇങ്ങനെ അംഗീകാരം കിട്ടുന്നുണ്ട്, അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ കാര്യം കൂടുതൽ ചെയ്യാനല്ലേ തോന്നുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും ശരി, നമുക്കൊരു വിലയില്ല, നിലയില്ല, ഒന്നുമില്ല, ഒരു നന്ദിയും കിട്ടുന്നില്ല, നമുക്കൊരു അപ്രിസിയേഷനും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ആ കാര്യം ചെയ്തു കൊടുക്കാൻ തോന്നുമോ? ഒരിക്കലും തോന്നില്ല, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്രിസിയേഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു ഹാബിറ്റ് തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ 10 ഹാബിറ്റുകളും ശരിക്കും പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബന്ധം എത്ര സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നറിയോ? 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നമ്മൾ 2 വ്യക്തികളാക്കി അല്ലെങ്കിൽ 2 വ്യക്തികളിലേക്ക് ഒതുക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. അതായത് അവളുടെ പ്രശ്നം അല്ലെങ്കിൽ ഇവൻ്റെ പ്രശ്നം എന്ന് പറയുന്ന 2 രീതിയിലേക്ക് നിങ്ങൾ മാറ്റരുത്. നമ്മുടെ പ്രശ്നം, അതായത് എങ്ങനെയത് നമ്മുടെ പ്രശ്നമാകുന്നത്? ഒരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബന്ധത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഓക്കെ അവളുടെ പ്രശ്നമാണ്, ബന്ധത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവൻ്റെ പ്രശ്നമാണ്. പക്ഷേ ബന്ധം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രണയം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ദാമ്പത്യ ബന്ധമായാലും അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ ഇവിടെ നടക്കുന്ന പ്രശ്നം ഒരാളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണെങ്കിൽ ശരി, അത് 2 ആളുടെയും പ്രശ്നമാണ്. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളേ ഉള്ളൂ. ഒരു ദാമ്പത്യം അല്ലെങ്കിൽ ഒരു ലവേഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രണയബന്ധം എന്ന് പറയുന്ന സമയത്ത് അവിടെ യുവും ഇല്ല ഐയും ഇല്ല, അവിടെ വി എന്ന് പറയുന്ന ഒരു സാധനമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എന്ന് പറയുന്ന, അസ് എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ പ്രശ്നമാണ്, അല്ലാതെ അവളുടെ പ്രശ്നമോ എൻ്റെ പ്രശ്നമോ അല്ലാതെ നമ്മുടെ പ്രശ്നമായിട്ട് നമുക്കത് പരിഹരിക്കാൻ പറ്റണം. അവളങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ അനുഭവിക്കട്ടെ, അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്തതല്ലേ, പോയി പെട്ടോട്ടെ, അനുഭവിച്ചോട്ടെ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇതിനെ ഹെൽപ്പ് ചെയ്യാനോ സോർട്ട് ഔട്ട് ചെയ്യാനൊന്നും എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോകരുത്. അത് നമ്മുടെ പ്രശ്നമായിട്ട് നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ
ആരുടെ ബന്ധമാണ് കുളവാകുന്നത്? അവൻ്റെ ബന്ധം കുളവാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധം കൂടി ചേർന്നാണല്ലോ. അതായത് ഒരാൾക്ക് മാത്രമായിട്ട് ബന്ധങ്ങളിൽ പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങൾ രണ്ടുപേരുടെയും കൂടി ചേർന്നിട്ടാണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടായി. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റണം എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ്? ഒരു പ്രണയബന്ധത്തിനകത്തും, ഒരു പ്രണയം എന്നല്ല ഏതൊരു ബന്ധത്തിനകത്തും ഒരാൾക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നുണ പറയുന്നൊരു കാര്യം, അല്ലേ? നുണ പറയുക എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നുണ ഒരാൾക്ക് ഇഷ്ടമില്ലാതായി മാറിയത്? നമുക്ക് അങ്ങനെ ചിന്തിക്കാമല്ലോ. അതായത് എൻ്റെ അടുത്ത് ആരെങ്കിലും നുണ പറയുന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്ത് നുണ പറയരുത്. അങ്ങനെയാണ് അതൊരു മൊറാലിറ്റി ആയിട്ട് മാറുന്നത്. അല്ലാതെ ഇതിങ്ങനെ കെട്ടിയിറക്കിയ സാധനമൊന്നുമല്ല. നമുക്കിഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നില്ല, അത്രയേ ഉള്ളൂ. മറ്റൊരാൾക്ക് ചെയ്യാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ നുണ പറയുക എന്ന് പറയുന്നത് ഒരു ചീറ്റിംഗ് ആണ്, ചതിയാണ്, അല്ലേ? അതുകൊണ്ട് ഓണസ്റ്റി, നമ്മൾ സത്യസന്ധത എന്ന് പറയുന്നത് ഈ ബന്ധങ്ങളിൽ പാലിക്കേണ്ട ഒരു സാധനമാണ്. ഒരാളെ ചീറ്റ് ചെയ്യുന്നതിന്, ഒരാളെ വഞ്ചിക്കുന്നതിനൊക്കെ ഒരു മനസാക്ഷി ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ചതിക്കരുത്, ഓണസ്റ്റായിട്ടിരിക്കുക, സത്യസന്ധമായിട്ടിരിക്കുക. അതിൻ്റെ ഒരു സുഖം കുറച്ച് ഡിഫറെൻ്റാണ്. അത് ശരിക്കും എൻജോയ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. കാരണം നിങ്ങളൊരു കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ളത്തരത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എത്ര കാലം മറച്ചു വയ്ക്കാൻ പറ്റും? നിങ്ങൾക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റും? ആ റിലേഷൻഷിപ്പ് ആ വ്യക്തി അറിയുമോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കില്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്നേഹിക്കുന്നുണ്ട്, എന്നതിന് ശേഷം ഞാൻ അവിടെ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് തമ്മിൽ അറിയുന്ന കാലം വരെയല്ലേ ഉള്ളൂ. ഈ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ സത്യസന്ധത കാണിച്ചില്ലെങ്കിൽ പെട്ട് കഴിഞ്ഞാൽ കുടുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങൾ തകരില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യസന്ധത എത്ര വലിയ സാധനമാണെന്ന്. ആ സാധനം ഉണ്ടെങ്കിൽ ജീവിതം നല്ല സൂപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ടെൻഷനും ഉണ്ടായിരിക്കില്ല. മറ്റേ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും, ഏത് സമയം പിടിക്കപ്പെടുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെട്ടാൽ മൊത്തം കുളമായി, ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നടിയും. സത്യസന്ധത എന്ന് പറയേണ്ടത് ആ ഒരു ഹാബിറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ പാലിക്കേണ്ടതാണ്. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം ബിസിയുള്ള ആൾക്കാരാണെങ്കിലും ശരി, ഓരോരോ നോർമലി ഇന്നത്തെ കാലത്ത് 2020 എന്നൊക്കെ പറയുമ്പോൾ ബിസിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ ബിസിയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ ബന്ധങ്ങൾ 8 നിലയിൽ പൊട്ടും. കാരണം എന്താണ്? ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. രണ്ട് പേർക്കും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ ടൈം കണ്ടെത്തണം എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ 2 പേർക്കും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ ലൈഫ് ജീവിച്ച് തീർക്കുക എന്ന് പറയുമ്പോൾ ഞാനൊരു ബാച്ചലറായിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഓക്കെ, അവളുടെ ഇഷ്ടത്തിൽ ഒരു ബാച്ചലർ ലൈഫാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്ത് അവിടെ രണ്ടുപേരുടെയും ജീവിതം കൂടി ഒന്നാകുന്ന സമയത്ത് പരസ്പരം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ടൈം കണ്ടെത്തണം എന്നുള്ളതാണ്. 5 മിനിറ്റ് ആയാലും ശരി, 10 മിനിറ്റ് ആയാലും ശരി, 15 മിനിറ്റ് ആയാലും ശരി, അരമണിക്കൂറാണെങ്കിലും ഒരു ദിവസമാണെങ്കിലും ജീവിതത്തിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം ആയിരിക്കണം. നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഈ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ പകുതി ശ്രദ്ധ ഇവിടെയും പകുതി ശ്രദ്ധ നമ്മൾ കാത് അവിടെയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും വർക്കൗട്ട് ആവില്ല. ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സമയം സ്പെൻഡ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ 2 പേരും ഇൻറ്ററാക്ട് ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. അത് നിങ്ങൾ സമയം കണ്ടെത്തുക. സമയമില്ല, ഞാൻ ബിസിയാണ്, നിൻ്റെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് നേരമില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഒരിക്കലും വരരുത്. പ്രണയത്തിലാണെങ്കിലും ഇത് പറയുന്ന ദാമ്പത്യ ബന്ധത്തിലായാലും സമയം കണ്ടെത്തുക. പരസ്പരം നിങ്ങൾ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയാനുള്ളത്. 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യങ്ങളും നിങ്ങൾ മിസ് ചെയ്യരുത്. അത് നിങ്ങൾ യൂസ് ചെയ്തോണം. ഇപ്പോൾ ഒരു ബർത്ത്ഡേ ആണെങ്കിലും ശരി, എന്തായാലും വാട്ട് എവർ ദ ഫംഗ്ഷൻ, എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് അത് സന്തോഷിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ മടി കാണിച്ചിരിക്കുന്നത്? നമ്മൾ ഇറങ്ങുക, നമ്മളങ്ങ് അടിച്ച് പൊളിക്കുക, അല്ലേ? വിഷു ആയാലും ഓണമായാലും സംക്രാന്തി ആയാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എന്ത് സംഗതി ആയാലും ശരി, അല്ലേ? അടിച്ച് പൊളിക്കുക എന്ന് പറയുന്ന രീതിയുണ്ട്. അത് നമ്മുടെ ഈ ദാമ്പത്യത്തിൽ ബന്ധത്തിലേക്ക് വരികയാണെങ്കിലും ശരി, പ്രണയബന്ധത്തിലേക്ക് വരികയാണെങ്കിലും ശരി, അവിടെ നമുക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ല മൊമെൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എൻജോയ് ചെയ്യുക, ചിരിക്കുക, സന്തോഷിക്കുക, അടിച്ച് പൊളിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഫുൾ ടൈം സീരിയസ് ആയിട്ട് ജീവിക്കുന്ന പരിപാടിയൊക്കെ മതി. അതൊന്നും അത്രത്തോളം വർക്കൗട്ട് ആവുന്ന കാര്യമല്ല. കുറച്ച് ഫൺ വേണം, കുറച്ച് എൻജോയ്മെൻറ്റ് വേണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ 8-10 കാര്യങ്ങൾ, 8-10 ഹാബിറ്റുകൾ നിങ്ങളുടെ പ്രണയബന്ധത്തിനകത്ത് കൊണ്ടുവരികയാണെങ്കിൽ ആ ബന്ധം സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള 10 കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.